കാശ്മീരിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, ഒമർ അബ്ദുള്ളയുടെ സർക്കാർ ചെയ്ത ഏറ്റവും വിപ്ലവകരവും ജനകീയവും വിവാദപരവുമായൊരു വിഷയം, ഇപ്പോൾ അവിടുത്തെ കാശ്മീരിലെ മുഴുവൻ മതതീവ്രവാദികളും മൗലികവാദികളും ഒക്കെ രാഷ്ട്രീയ കക്ഷികളും BJP മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഒരു വലിയ വിവാദ വിഷയമാക്കി എടുത്തിരിക്കുന്നു. ശ്രീമതി മുഫ്തി അടക്കം PDPയുടെ മെഹബൂബ മുഫ്തി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാക്കിയൊരു നടപടിയാണ് ഒമർ അബ്ദുള്ള സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വളരെ മൗലികമായ ഒരു പരിഷ്കാരം. അത് വേറൊന്നുമല്ല, ജമാഅത്തെ ഇസ്ലാമി, അതും ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അല്ല എന്ന് സാറിന് എന്നേക്കാൾ നന്നായിട്ട് അറിയാമല്ലോ, കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയാണ്. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്ന ജമ്മു കാശ്മീരിലെ 215 സ്കൂളുകൾ, ആ സ്കൂളുകൾ കാശ്മീർ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. അതിന് പറയുന്ന സാങ്കേതികമായൊരു കാരണം, ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് അന്യാധീനപ്പെട്ടു പോയ സ്കൂളുകളാണ്. അതിൻ്റെ സംരക്ഷണം, അവിടുത്തെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സംരക്ഷണം സർക്കാർ നിർവഹിക്കേണ്ടതുണ്ട് എന്നാണ് ന്യായം പറഞ്ഞത്. എങ്കിലും ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന കാശ്മീർ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളുകളിൽ നിന്ന് തീവ്രവാദം വിരിഞ്ഞിറങ്ങുന്നതിൻ്റെ ധാരാളം അനുഭവങ്ങൾ കാശ്മീരികൾ പലപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വാർത്തകളുമായിട്ടുണ്ട്. ഈ നിരോധനത്തെ എങ്ങനെയാണ് കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന അക്കാഡമീഷ്യൻ എന്ന നിലയിൽ കൂടി, പൊതുപ്രവർത്തകൻ എന്ന നിലയിലേക്കാളേറെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഏറ്റവും ഉയർന്ന വിധാനത്തിൽ പ്രവർത്തിച്ച ഒരു അക്കാഡമീഷ്യൻ എന്ന നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളുകൾ ഏറ്റെടുത്ത സർക്കാർ നടപടിയെക്കുറിച്ച് അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഈ ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രത്യേകതയുള്ളത്, വഹാബിസം നടപ്പിലാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അത് ലോകത്തെവിടെയോ അത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മൗദൂദിസത്തിൻ്റെ ബേസ് വഹാബിസമാണ്. യെസ്. കാരണം എന്ന് വെച്ചാൽ ഈ വഹാബ് ആണ് ഒരു അപകടകരമായ ഒരു സിദ്ധാന്തം അറബ് ലോകത്ത് കൊണ്ടുവന്നത്. കാരണം ദ പ്യുവർ ഇസ്ലാം, പ്യൂരിറ്റാനിയൻ ഇസ്ലാം, ദ പ്യുവർ ഇസ്ലാം, സംശുദ്ധമായ ഒരു ഇസ്ലാം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നു, അതാണ് ലോകത്തുള്ള എല്ലാവരും പിന്തുടരേണ്ടത് എന്ന സിദ്ധാന്തമാണ് യഥാർത്ഥത്തിൽ വഹാബിസം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ. അതെ, അത് സയ്യിദും ഈ വഹാബും കൂടി ചേർന്നിട്ടാണ് സൗദും വഹാബും കൂടി ചേർന്നിട്ടാണ് സൗദി അറേബ്യ ഉണ്ടാക്കിയത്. സൗദി അറേബ്യയിലാണ് വഹാബിസം ആദ്യമായിട്ട് നടപ്പിലാക്കിയ സ്ഥലം. ഇപ്പം അവരതിൽ നിന്ന് പതുക്കെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്നു എന്നതും കൗതുകകരമായൊരു വലിയ കൗതുകകരമായിട്ടൊരവസ്ഥയാണ്. അതിന് മുൻപുള്ള അവസ്ഥ എന്തായിരുന്നു അറിയാമോ? അതിനു മുൻപ് അവിടെ ഒരു ഇസ്ലാം ആയിരുന്നില്ല, ഒന്നിലേറെ ഇസ്ലാമിക ആചാരം അനുസരിച്ച് ജീവിച്ചിരുന്നവരാണ് ഉണ്ടായിരുന്നത്. അതാണല്ലോ സർ, വളരെ പ്ലൂറലാണല്ലോ ഇസ്ലാം, വളരെ പ്ലൂറലിസ്റ്റിക് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അതെ, എന്നും അങ്ങനെയായിരുന്നു. ഇപ്പം ഇവരുടെ സിദ്ധാന്തം അനുസരിച്ചിട്ട് ഖബറിലെത്ത് പോയി പ്രാർത്ഥിക്കാൻ പാടില്ല, പിന്നെ മല പാടാൻ പാടില്ല, അത് പാടാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഷഹീദികളെ മഹത്വവൽക്കരിക്കരുത്, പാടില്ല. നേർച്ചകൾ പാടില്ല. മനുഷ്യനെ ഒത്തുകൂടുന്ന മമ്പ്രം പള്ളി, ചുരുക്കി പറഞ്ഞാൽ മമ്പ്രം പള്ളി പാടില്ല, ശിർക്കാണ് എന്ന് വെച്ചാൽ അനിസ്ലാമിക സ്ഥാപനം, അനിസ്ലാമികമാണ്. ഈ അനിസ്ലാമിക ഷിർക്ക് എന്ന സങ്കല്പം വരുന്നതിന് മുൻപ് അറബ് ലോകത്താകെ പലതരത്തിൽ ഓരോ വിഭാഗക്കാരും അവരവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇസ്ലാമിക തത്വങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ട്രൈബ് വിഭാഗക്കാരും അവരവരുടെ രീതിയിൽ അവരുടെ കോണ്ടെക്സ്റ്റിൽ ഇതിനെ അഡാപ്റ്റ് ചെയ്തിട്ട് നടപ്പിലാക്കി എന്നുള്ളതാണ്. അതായിരുന്നു അതിൻ്റെ രീതി. അതിനെ ഇല്ലാതാക്കിയ കക്ഷിയുടെ പേരാണ് വഹാബ്. വഹാബ് പറഞ്ഞ് ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. ഇതൊക്കെ തെറ്റാണ്, ഇതൊന്നുമല്ല ശരിയായിട്ടുള്ള ഇസ്ലാം. ശരിയായിട്ടുള്ള ഇസ്ലാം എന്താണെന്ന് ഞാൻ പറയും, ആ ഇസ്ലാം ലോകത്താകെ പ്രചരിപ്പിക്കണം. ഈ ഇസ്ലാം ലോകത്താകെ പ്രചരിപ്പിക്കണം എന്ന സിദ്ധാന്തത്തെ പിൻപറ്റിക്കൊണ്ടാണ് മൗദൂദി 48-ലല്ലേ? അതെ, 48 ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നത് 40-ലാണെന്ന് തോന്നുന്നു. 48-ലാണ്. സബ്ജക്റ്റ് ടു കറക്റ്റ് ചെയ്യാം ഈ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് മുസ്ലിം ലീഗ് ഉണ്ട് ഇന്ത്യയിൽ. ഉണ്ട്, 1906 തൊട്ടുണ്ട്. 1906 തുടങ്ങി മുസ്ലിം ലീഗ് ഉണ്ട്. പക്ഷെ അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെട്ടിരുന്നില്ല. ഇല്ല.
അവർ കുറേ കൂടിയൊക്കെ ലിബറലായ ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഇതിനെ കണ്ടിരുന്നത്. ഒരു കൾച്ചറൽ ഇസ്ലാം ഉണ്ടായിരുന്നല്ലോ അവർക്ക്. അല്ല, കൾച്ചറൽ ഇസ്ലാമിനെല്ലാം ഉപരിയായിട്ട് അവരുടെ ഡിമാൻഡ്സ് വളരെ കുറവായിരുന്നു. അതെ സർ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് ഞങ്ങളാണ്. അപ്പോൾ പോകുമ്പോൾ ഞങ്ങളെ ഏൽപ്പിക്കണം. സിമ്പിളായിരുന്നു. സിമ്പിൾ. പിന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഇത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ രണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊരു ഭാഗം തന്നെ, ഹിന്ദുക്കൾക്ക് വേറെ ഭാഗം കൊടുത്തോളൂ. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അഥവാ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഭരിച്ചിരുന്ന ഹിന്ദുക്കളുടെ കീഴിൽ ഭരിക്കപ്പെടുന്നവരായിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് വേണം. ഈ സുഹ്രവർദിയുടെ നേതൃത്വത്തിൽ ഡയറക്റ്റ് ആക്ഷനൊക്കെ വരുമ്പോഴാണ് ഇത് കൂടുതൽ വഷളായത്. ആ വഷളാകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഇത് ഇത്രയും വഷളാകുന്നതിന് മുൻപാണ് മൗദൂദിസം പാലിച്ചത്. മൗദൂദിയുടെ ഒന്നാമത്തെ സിദ്ധാന്തം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ നിയമങ്ങൾ അപ്പാടെ ഭൂമിയിൽ നടപ്പിലാക്കണം. ശരീഅത്ത്. അതെ, മതം തന്നെയാണ് രാഷ്ട്രം. മതം തന്നെ രാഷ്ട്രം. മതനിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങൾ. ആ മതനിയമങ്ങൾ അനുസരിക്കാത്ത എല്ലാവരും രാഷ്ട്രശത്രുക്കളാണ്. അവർ വധിക്കപ്പെടേണ്ടവരാണ്. മുർത്തദ്ദാകും എല്ലാവരും. മതത്തിന് പുറത്താകും എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന് പുറത്താണ്. അപ്പോൾ ഈ സങ്കല്പത്തിലാണ് ഇത് കൊണ്ടുവന്നിരുന്നത്. ഇത് കൊണ്ടുവന്നിട്ട് ഇവർ സൗകര്യം അനുസരിച്ച് പറയും, ഞങ്ങൾ ഇന്ത്യയിൽ വേറെയാണ്, ബംഗ്ലാദേശിൽ വേറെയാണ്, കാശ്മീരിൽ വേറെയാണെന്ന് പറയാം. അങ്ങനെയൊന്നും വേറെ ഒന്നുമല്ല. ഒരേ ഐഡിയോളജി ഒന്നാണ്. ഒരേ കഷ്ണം തന്നെയാണ്. പെരുമാറ്റത്തിൽ ചെറിയ അതെ, ഒരേ കഷ്ണം തന്നെയാണ് സാമ്പാറിലും അവിയലിലും ഒക്കെ കാണുന്നത്. അടിസ്ഥാനപരമായി ഒന്നാണ്. അടിസ്ഥാനപരമായിട്ട് ഒന്ന്. കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് പൊതുവെ വ്യത്യസ്തമാണെന്ന് പറയുന്ന ഒരു വലിയ ചില ചെറിയ കാര്യങ്ങളിൽ ബേസിക് തത്വത്തിൽ അവർ വ്യത്യസ്തരല്ല. ബേസിക് തത്വത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി അല്ല. തീർച്ചയായിട്ടും അല്ല. അപ്പോൾ ആ അടിസ്ഥാന തത്വം അവർ അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നവരാണ്. ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവരായിരുന്നു കാശ്മീരിൽ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ സെപ്പറേറ്റിസം, വിഭജനവാദവും വിഘടനവാദവും കൊലയും കൊള്ളിവെപ്പും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 28/2/2019 ഇതിനെ നിരോധിച്ചു. ജമാഅത്തെ ഇസ്ലാമി സാറ് പറഞ്ഞു വരുന്നത് ജമാഅത്തെ ഇസ്ലാമി ലക്ഷണമൊത്ത ഒരു ഭീകരവാദ പ്രസ്ഥാനം. ഇവർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവർ ഈ അർബൻ നക്സലൈറ്റുകളെ പോലെയാണ്. ഇവര് ഈ സിദ്ധാന്തം പറഞ്ഞിട്ട് ആളുകളെ പ്രേരിപ്പിച്ച് അങ്ങോട്ട് റോട്ടിലേക്ക് വിട്ടിട്ട് ഇവരപ്പുറത്ത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നിട്ട് ഈ തല്ല് കാണുന്നവരാണ്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന് ഏതെങ്കിലും ഒരു കേസിൽ പങ്കെടുത്തില്ല, അല്ല ഏതെങ്കിലും ഒരു കേസിൽ പെടാറില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇവൻ പ്രബോധനത്തിലൂടെ പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ജിഹാദ് തന്നെയാണ്. അതായത് ഇത് തന്നെയാണ് നമ്മുടെ അർബൻ നക്സലൈറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അർബൻ നക്സലൈറ്റുകൾ എല്ലാവരും നല്ല ഒരാക്ഷനിലും പങ്കെടുക്കില്ല, പക്ഷേ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കും. അതുപോലെ ഈ ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ഇവര്. ഇത് തന്നെ ആയിരിക്കുമോ കാശ്മീരിലെ സ്കൂളുകളിലും അവർ അല്ല, കാശ്മീരിലെ സ്കൂളുകളിൽ പ്രകടമായ രീതിയിൽ സെപ്പറേറ്റിസവും മതതീവ്രവാദവും ഇതര മത സ്പർദ്ധയും വളർത്തുക എന്ന കൃത്യമാണ് ഇവർ നിർവഹിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, നിരോധിക്കപ്പെട്ടതിന് ശേഷവും. അപ്പോൾ ഈ സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടി സ്വാഭാവികമായിട്ടും കണ്ടുകെട്ടും. ഈ കഴിഞ്ഞ 5 കൊല്ലമായിട്ടും ഈ പ്രോപ്പർട്ടി കണ്ടുകെട്ടിയിട്ടില്ല. സ്കൂളുകൾ അപ്പോഴും ഇവരുടെ തന്നെ മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ട്രിബ്യൂണൽ ഈ പ്രാവശ്യം ഡൽഹിയിലെ ട്രിബ്യൂണൽ ഇത് വീണ്ടും 5 കൊല്ലം കഴിയുമ്പോൾ ഇത് റിവ്യൂ പെറ്റീഷൻ കൊടുക്കുമല്ലോ. റിവ്യൂ പെറ്റീഷൻ പോയപ്പോൾ 5 കൊല്ലത്തേക്ക് കൂടി ഇവരുടെ നിരോധനം നീട്ടി. ആ 5 കൊല്ലത്തേക്ക് കൂടി നിരോധനം നീട്ടിയ സാഹചര്യത്തിലാണ് സ്കൂളുകൾ ഏറ്റെടുക്കാൻ വേണ്ടി, കുട്ടികളുടെ ഭാവി അവതാളത്തിലാവുമല്ലോ. അല്ല, സ്കൂളുകൾ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കാരണം 5 കൊല്ലത്തേക്കും കൂടി ഇത് നീട്ടിയിരിക്കുന്നു. കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്. അപ്പോൾ ഇതിന് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നവരാണ് ഇവരെന്നാണ് പറയണത്. എന്നാണ് അവകാശവാദം. ശ്രീമതി മുഫ്തി പറഞ്ഞത്, മെഹബൂബ മുഫ്തി പറഞ്ഞത്, ഇത്രയും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനത്തെ ഇങ്ങനെ ചെയ്തത് ദ്രോഹമാണെന്നാണ്.
പക്ഷേ ഇവർ ഗുണമേന്മ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന മറ്റവനെ കൊല്ലണം എന്നാണേ. ആയിരിക്കും. അല്ല, അങ്ങനെ വരുമ്പോൾ സാർ, ഇപ്പോൾ ഇത്രയും സ്കൂളുകൾ 215 സ്കൂളുകൾ ഏറ്റെടുത്തല്ലോ, അവിടുത്തെ മുഴുവൻ അധ്യാപകരും ഇപ്പോൾ സർക്കാർ സ്കൂൾ അധ്യാപകരായി. സർക്കാർ സ്കൂളല്ല, ഏറ്റെടുത്ത ഈ സ്കൂളുകൾ അതങ്ങനെ നിലനിൽക്കുകയും അവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണോ മാനേജ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് ആ ആനുകൂല്യങ്ങൾ കൊടുക്കും. പക്ഷേ സിലബസിലോ സാർ? സിലബസിൽ ഗവൺമെൻറ് ഇടപെടും. അടിയന്തരമായിട്ട് പബ്ലിക് സ്കൂളുകളുടെ സിലബസായി, പബ്ലിക് സ്കൂളുകളുടെ സിലബസായിട്ട് മാറണം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിപ്പോൾ ഈ മദ്രസകളിലെല്ലാം തന്നെ മറ്റ് സബ്ജക്ട്സ് പഠിപ്പിക്കണം എന്ന് പറയുന്നത് നമുക്കിവിടെ എന്ന് വെച്ചാൽ മദ്രസ അഡീഷണൽ എഡ്യൂക്കേഷനാണ്. പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിലും മദ്രസ എഡ്യൂക്കേഷനേ ഉള്ളു. അതെ, മദ്രസ മാത്രമാണുള്ളത്. അത്തരം സ്ഥലങ്ങളിൽ ഈ കണക്കും സാമൂഹ്യശാസ്ത്രവും ശാസ്ത്രവും ബാക്കി ഭാഷയും ഒക്കെ പഠിച്ചു വന്നില്ലെങ്കിൽ ഇവർക്കൊരിക്കലും ഒരു മെയിൻ സ്ട്രീമിലേക്ക് കടന്നു കയറാൻ സാധിക്കില്ല. ഇവർക്ക് ഡോക്ടറാകണം, എൻജിനീയർ ആകണം, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകണം, സിവിൽ സർവൻസ് ആകണം. ഇതൊക്കെ ആകണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് കൂടിയേ പറ്റൂ. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളുകൾ കാശ്മീർ സർക്കാർ ഏറ്റെടുത്തതിനെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഉറപ്പായിട്ട് സ്വാഗതം ചെയ്യുന്നു. കാരണം എന്താ വെച്ചാൽ സാർ, ഇതിനകത്ത് ഈ ന്യൂനപക്ഷാവകാശം എന്ന ആർട്ടിക്കിൾ 25 അതിനെ ബാധിക്കുമോ? അതിനെ എങ്ങനെ ന്യൂനപക്ഷം? കാശ്മീരിൽ അവർ ന്യൂനപക്ഷമല്ലല്ലോ, അപ്പോൾ പിന്നെ അത് ബാധിക്കുന്ന പ്രശ്നം വരുന്നില്ല. നമ്മുടെ പൊതു, അതായത് ഈ ന്യൂനപക്ഷ അവകാശത്തിൽ ഒരു പ്രശ്നമുള്ളത്, അതിൽ സെക്കുലർ എഡ്യൂക്കേഷൻ പെടുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ച ഇതുവരെ കോടതി നടത്തിയിട്ടില്ല. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ. കാരണം അതിൽ പറയുന്നത് മതവിദ്യാഭ്യാസം നടത്താനുള്ള അവകാശം ഉണ്ടെന്നാണ് പറയുന്നത്. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മാനേജ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ മതസംഘടനകൾക്ക് പബ്ലിക് സ്കൂളുകൾ, സെക്കുലർ സ്കൂളുകൾ നടത്താനുള്ള അവകാശമുണ്ടോ? ആ ഒരു ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് സാർ അത്. കാരണം എന്താണെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ കച്ചവടം നടക്കുന്ന അവിടെയാണ്. മുഴുവൻ വിദ്യാഭ്യാസ കച്ചവടവും നടക്കുന്ന അതിനകത്താണല്ലോ. കേരളത്തിലാണെങ്കിൽ അതൊരു തോന്നിവാസമുണ്ടല്ലോ നടന്നുകൊണ്ട്. ഇത്ര വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന, അത് മാത്രമല്ല സുപ്രീം കോടതി ഒരു കാര്യം വിധിച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? സർക്കാരിൻ്റെ ധനസഹായം സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന സ്കൂളുകളാണ് എന്നുണ്ടെങ്കിൽ ആ സ്കൂളുകൾക്ക് സർക്കാർ പറയുന്ന നിയമപരമായ നിയന്ത്രണങ്ങൾ ബാധകമാണ്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് വിട്ടുപോകാനുള്ള അവകാശവും ഉണ്ട്. അതായത് എയ്ഡഡ് സ്കൂളുകളിലെയും എയ്ഡഡ് കോളേജുകളിലെയും നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷനെ ഇപ്പോൾ വിട്ടുകൊടുത്താൽ അതിൻ്റെ പേരിൽ ഒരു കുഴപ്പവുമില്ല, നടപ്പാക്കുന്നില്ല. അവിടെയാണ് ഈ മതജാതി സംഘടനകളുടെ സ്വാധീനം വരുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണിത്. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാവി തലമുറയെ വളർത്തിയെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവി തലമുറയെ ഒരു മുഖ്യധാരാ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി വളർത്തിയെടുക്കുന്നതാണ്, ദേശീയ ജീവിതത്തിലേക്ക്. അപ്പോൾ അവർ അങ്ങനെ വളർത്തപ്പെട്ടു വരുന്നവർ തീർച്ചയായിട്ടും പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. കേരളത്തിൽ അത് ബാധകമാകാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മദ്രസയിൽ ഇവർക്ക് സൗകര്യം ഉണ്ടെങ്കിലേ പോകുള്ളൂ. ഉണ്ടെങ്കിൽ പോയാൽ മതി, പോയില്ലെങ്കിൽ നഷ്ടമൊന്നുമില്ല. പൊതുവിദ്യാഭ്യാസം എല്ലാം. പക്ഷേ ട്യൂഷൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ മദ്രസ എന്നാണ് പൊതുവെ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ മുസ്ലിങ്ങളുടെ കാഴ്ചപ്പാട്. പക്ഷെ മറ്റവിടെ അങ്ങനെയല്ല. തീർച്ചയായിട്ടും സാർ. അപ്പോൾ ഈ കാശ്മീരിലെ പുതിയ ഗവൺമെൻറ്റിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്കൂളുകൾ ഏറ്റെടുത്ത നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ചുള്ള മൗലികമായ ചില ചർച്ചകളിലേക്ക് കൂടി സാറ് നമ്മുടെ പ്രേക്ഷകരെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അത് ചോദ്യം ഇതാണ്, ഈ ന്യൂനപക്ഷ അവകാശങ്ങളുടെ പരിധിയിൽ മതപരമായ വിദ്യാഭ്യാസമാണോ സെക്കുലർ വിദ്യാഭ്യാസമാണോ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് നിയമപരമായ ഒരു ചർച്ച അടിയന്തരമായി ആരംഭിക്കേണ്ടതുണ്ട്. അത് കാശ്മീരിന് മാത്രമല്ല, കേരളത്തിനും ഉൾപ്പെടെ എല്ലാവർക്കും പ്രസക്തമാണ്. നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.